മലപ്പുറം പെരിന്തൽമണ്ണ CPIM ഓഫീസിന് നേരെ മുസ്ലിം ലീഗ് ആക്രമണം. നഗരസഭയിലെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് പിന്നാലെയാണ് നഗരത്തിൽ സംഘർഷമുണ്ടാക്കിയത്. പെരിന്തൽമണ്ണയിൽ UDF പ്രവർത്തകരെ നജീബ് കാന്തപുരം MLA ക്രിമിനൽ വൽക്കരിക്കുന്നതെന്ന് CPIM. കഴിഞ്ഞ രാത്രിയോടെയാണ് പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റി ഓഫീസായ ചെറുകാട് സ്മാരകത്തിന് നേരെ കല്ലേറുണ്ടായത്. ബൈക്കിലെത്തിയ സംഘമാണ് ആക്രമിച്ചതെന്ന് CPIM നേതാവ് V ശശികുമാർ. ഇന്നലെ വൈകുന്നേരം 8:10 ഈ കൃഷ്ണപിള്ള മന്ദിരം എന്ന് പറയുന്ന CPIMൻ്റെ ഏരിയ കമ്മിറ്റി ഓഫീസിന് നേരെ 2 തവണ ബൈക്കിൽ വന്ന ആളുകൾ കല്ലെറിഞ്ഞത്. തുടർന്ന് നടത്തിയ പ്രതിഷേധ പ്രകടനത്തിനിടെ മുസ്ലിം ലീഗ് ഓഫീസിന് നേരെയും കല്ലേറുണ്ടായി. ലീഗുകാർ ദേശീയപാത ഉപരോധിച്ചു. ഹർത്താൽ പ്രഖ്യാപിച്ചെങ്കിലും പിന്നീട് പിൻവലിച്ചു. വ്യാജ പ്രചരണം നടത്തിയാണ് ആക്രമിച്ചതെന്ന് MLA ആരോപിച്ചു. അത്തരമൊരു നുണപ്രചരണത്തിൻ്റെ ഭാഗമായിട്ട്, അത്തരമൊരു കള്ളപ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് CPM ഒരു വലിയ ഗൂഢാലോചന നടത്തി ആളുകളെ വിളിച്ചു ചേർക്കുകയാണ്. പക്ഷേ CPMൻ്റെ നേതൃതലത്തിൽ ആലോചിച്ചുകൊണ്ട് അതിൽ CPMൻ്റെ കൗൺസിലർമാരടക്കം മുന്നിട്ടിറങ്ങിയിട്ടാണ് ഇത്തരമൊരു ഭീകരാക്രമണം ഉണ്ടായിട്ടുള്ളത്. രാഷ്ട്രീയത്തിൽ സത്യസന്ധത പുലർത്താതെ MLA കളവ് പറയുകയാണെന്ന് V ശശികുമാർ പറഞ്ഞു. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നത് മറച്ചു വെച്ചാണ് പെരിന്തൽമണ്ണ MLA ഒരു വിശദീകരണം നൽകിയിരിക്കുന്നത്. അതായത് ഒരു കെട്ടിച്ചമച്ച കഥയാണ് ഇവിടെ ഉണ്ടായ ആക്രമണം എന്നാണ് അദ്ദേഹം പറയുന്നത്. എങ്ങനെയാണ് ഇങ്ങനെ വസ്തുതകൾ മറച്ചു വെക്കാൻ ഒരു ജനപ്രതിനിധിക്ക്, അതും പെരിന്തൽമണ്ണയിലെ ഒരു MLAക്ക് കഴിയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ഞാൻ രണ്ടും അംഗീകരിച്ചിട്ടുണ്ട്. 2 സംഭവം നടന്നിട്ടുണ്ട്. ഈ സംഭവത്തിൻ്റെ ഒരു ഫലമാണ് പെരിന്തൽമണ്ണയിൽ നടന്ന പ്രകടനം. അതിനെന്തിനാണ് മറച്ചു വെക്കുന്നത്? കല്ലേറിൽ 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൈരളി ന്യൂസ്, മലപ്പുറം.